ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ എന്നുള്ളത് പാറക്കടവിലാണ് കേട്ടോ. പാറക്കടവിൽ നമ്മൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് കണ്ണൊന്നും വരെയൊക്കെ തുറക്കാൻ പറ്റില്ല, അതേമാതിരത്തെ വെയിലാണ്. നമ്മളിവിടെ ഒരു 5 വർഷം മുന്നേ ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വീട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഉദ്ദേശം നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെസൽ ഫിൽട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് വെക്കേണ്ട സ്ഥലം നമ്മളുടെ ഈ ഒരു ടാങ്കിന്റെ ഉള്ളിലായിട്ട്, അതായത് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് വെക്കേണ്ടത്. ഗ്രാവിറ്റിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറയാനായിട്ട് നന്നായിട്ട് അയൺ കണ്ടന്റ് ഉണ്ട്. അത് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലുള്ള 1354 ടാറ്റയുടെ വെസൽ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വെസൽ ഫിൽട്രേഷൻ വെക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന്. ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കളറ്, മണം, അതേപോലെ തന്നെ പത, ഓയിൽ കണ്ടന്റ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വെള്ളത്തിലുണ്ട്. ഈ ബാത്റൂമിന്റെ ടൈലുകൾ നിറം മങ്ങണത്, ഈ റെഡിഷ് കളറും യെല്ലോയിഷ് കളറും നമ്മുടെ ബാത്റൂമിന്റെ ടൈലുകളിലും, അതേപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ്, ക്ലോസറ്റിന്റെ ഒക്കെ കളർ മങ്ങുന്നത്, ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് വെസൽ ഫിൽട്രേഷൻ ആണ് ഉപകരിക്കുന്നത്. അപ്പോൾ വെസൽ ഫിൽട്രേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളത്തിലുള്ള അയൺ കണ്ടന്റും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വെസലിൽ വന്ന് ഹോൾഡ് ആയിട്ട് ഫിൽട്ടർ വാട്ടർ ആയിരിക്കുള്ളൂ നമുക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബാത്റൂമുകളൊക്കെ എപ്പോഴും നല്ല തിളങ്ങി തന്നെ നിൽക്കും, കളർ മങ്ങില്ല. അപ്പൊ അങ്ങനത്തെ കുറേ ഉപകാരങ്ങളുണ്ട് വെസൽ ഫിൽട്രേഷൻ വെക്കുന്നതുകൊണ്ട്. ഇപ്പൊ പുതിയ വീട് വെക്കുന്ന എല്ലാവരും വെസൽ ഫിൽട്രേഷൻ കൈയോടെ തന്നെ വെച്ച് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു വെസൽ ഫിൽട്രേഷന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരിട്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ആയോ, ഇവിടുത്തെ വെള്ളത്തിന്റെ കളർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. റോ വാട്ടറിന്റെ കളറും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ ഫൈനലി വർക്ക് കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന്. നിങ്ങൾ ആദ്യം ഞാൻ റോ വാട്ടറിന്റെ അവസ്ഥ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വെള്ളം അടിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഈ വെള്ളം ഇതാണ് ഇവിടുത്തെ കലങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്, അഴുക്കുണ്ട്. അതായത് 3 മാസമാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് കൂടുതലും പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. വെയിലായതിന്റെ പേരിൽ എത്രത്തോളം അത് ക്ലിയർ ആവണ്ടെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഉടനടി നമ്മുടെ വർക്കിലേക്ക് നമുക്ക് കടക്കാം. നമ്മളുടെ പൈപ്പിന്റെ അകത്ത് മൊത്തം സ്കെയിൽ ഫോമിങ് ആയിരിക്കണം. അത് ഞാൻ ഉള്ളിൽ നിന്ന് എടുത്തൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ സംഭവം ഇതേമാതിരി കാലങ്ങളായിട്ട് ഈ വെള്ളം ഇങ്ങനെ കയറി അതിൻ്റെ സ്കെയിൽ ഫോമിങ് അയക്കണം. അത് അപ്പോൾ ഇതാണ് ഈ പൈപ്പിന്റെ ഉള്ളിലത്തെ, എല്ലാ പൈപ്പിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പ്ലംബിംഗ് ലൈനെല്ലാം ലൂപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് വാഷാണ്. അപ്പോൾ ബാക്ക് വാഷിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ മുന്നേ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടാണ്. അപ്പോൾ ടാങ്കിൻ്റെ അകത്തും നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റം ആരണം കൊടുത്തേക്കാണ്, ഏരിയേഷൻ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, വീഴുന്ന വെള്ളം ഒരു പൈപ്പിനെ നിറയെ ഹോളുകൾ ഇട്ടിട്ട്
സ്പ്രിംഗ്ലർ സിസ്റ്റം അവരെ വീഴാണ്. ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ടാങ്കിൽ കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റ് വെച്ചായിരിക്കും ഇതിന്റെ ടാങ്കിന്റെ മൂടി എടുത്ത് മാറ്റിയിട്ട് ടാങ്കിന്റെ മൂടിക്ക് പകരം നെറ്റായിരിക്കും നമ്മൾ വെച്ച് കെട്ടുന്നത്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഒരു ഏരിയേഷൻ ഇവിടെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ബാക്ക് വാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് വാഷിന്റെ വെള്ളം നമ്മൾ നേരെ പുറത്ത് ഷീറ്റിന്റെ മേലേക്കാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചാടിച്ചേക്കുന്നത്. അവിടെ വെള്ളം പോകുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഗ്രീൻ ഹൗസ് വഴിയാണ് കാണാൻ പറ്റേണ്ടത് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്ക് വാഷ് കഴിഞ്ഞ് റിൻസിലേക്ക് ഇട്ട് റിൻസിൽ കുറച്ച് നേരം ഓടിയതിന് ശേഷം ഫിൽട്ടർ മോഡിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ വെസൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ബാക്ക് വാഷ് കഴിഞ്ഞു. നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അത് ഞാൻ നിങ്ങളെ ഒന്നെടുത്ത് കാണിച്ചു തരാം. കസ്റ്റമർ കണ്ടായിരുന്നു, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ആ ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം നമ്മൾ അതിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇതാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ അപ്പോൾ ബൈ ബൈ.